മുഖത്ത് മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് ഒരു ഭംഗിയില്ല അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതൊക്കെയാണോ? ഇപ്പൊ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഫേസ് പെയിന്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ദേ ഈ ഒരു ലുക്ക് കണ്ടപ്പോഴത്തേക്കും ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നി. ഡിലേ ആക്കുന്നില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ നല്ലൊരു ബേസ് സെറ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്ത് കൊടുക്കാം, ഡാർക്ക് സ്പോട്സ് കൺസീൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലോലെസ് ബേസ് ആക്കി എടുത്ത് ഇനി നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം. ഈ ബ്ലഷും കൂടെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐ മേക്കപ്പിലോട്ട് പോവാം. ആക്ച്വലി ഇത് ഫേസ് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. അതിന് മുന്നേ ആ ഒരു ഐ ഷാഡോ ലുക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ബ്രഷും കൂടെ എടുത്തിട്ട് ഈ എൻ പോർഷൻസ് ഒന്നും കൂടെ ഇങ്ങനെ, ഈ ബ്രഷിനകത്ത് പ്രോഡക്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ഒന്നുകൂടി ഇങ്ങനെ നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് വിടുകയാണ്. ആ ഒരു എൻസിലുള്ളൊരു ഹാർഷ്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഈ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇങ്ങനെ ഒരു കുറച്ചും കൂടെ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുക്കുകയാണ്. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുക്കുക, അതെടുത്ത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേ ഒരു യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെയും കൂടെ ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇനി ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്ത് ഈ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സെയിം ഷെയ്ഡ്സ് തന്നെ ഈ ഒരു ആ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡിന്റെ മിക്സ് ഈ ഒരു ബ്രഷിൽ ഓൾറെഡി പ്രോഡക്റ്റ് ഉണ്ടാവും, അതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഫേസ് പെയിന്റ് ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി. നമുക്കതുകൊണ്ട് ഫേസ് അങ്ങ് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ആ ഒരു ഫോൾസ് ലാഷസ് ഒക്കെ വെച്ച് ആ ലുക്ക് ഏതാണ്ട് അതുപോലൊക്കെ ആക്കി എടുക്കാമേ. സോ ഞാനിത് ഫേസ് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻവൈബയുടെ ഈ ഒരു ഫേസ് പെയിൻറ്റിങ് പാർട്ടി പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഈ ഷെയ്ഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് പൊട്ടിപ്പോയി. നല്ല പാലറ്റായിരുന്നു, പക്ഷെ എങ്ങനെയോ അത് പൊട്ടി. നമുക്കിന്ന് എന്തായാലും ബ്ലാക്ക് ഷെയ്ഡ് വേണ്ടല്ലോ, വേണ്ട, ഭാഗ്യം. ബ്ലാക്ക് ഷെയ്ഡ് വേണ്ട, വൈറ്റും വേണ്ട. ബാക്കി ഉണ്ടിനകത്ത് ലൈറ്റ് ബ്ലൂ ഇല്ല, നമുക്ക് ഡാർക്ക് ബ്ലൂ ഉള്ള സാരമില്ല, നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇത് കയ്യിലെല്ലാം കളറായി. ഇത് നമ്മൾ സാധാരണ ഫേസ് പെയിൻറ് ചെയ്യുന്ന പോലെ ഈ ഒരു ബ്രഷ് എടുക്കുക, വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് ഈ പെയിൻറ് എടുക്കുക. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആ ഒരു ഗ്രീൻ കളറിലെ ലീവ്സ് ഉണ്ടല്ലോ, ലീവ്സ് അങ്ങനെ വരച്ച് നോക്കാമേ. സോ ഫസ്റ്റ് അത് വരച്ചെടുക്കാം. അതിന് ഇതിൽ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് എടുക്കാം, കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പെയിൻറ് ചെയ്യാൻ ഭയങ്കര മോശമാണ്. എനിക്ക് പെയിൻറ്റിങ് ഒന്നും കറക്റ്റായിട്ട് വരത്തില്ല. ഞാൻ എങ്ങനെയോ ഒക്കെ വരച്ചെടുക്കുക. ഇപ്പോൾ ഫേസ് പെയിൻറ് ചെയ്യാൻ അറിയത്തില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊക്കെ പെയിൻറ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഒരു യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അതിൽ ആ കുട്ടി കുട്ടി ഫ്ലവേഴ്സ്, യെല്ലോ സംഭവം ഉണ്ടല്ലോ, ബഡ്സ് ആയിരിക്കും. ഇനി അത് വരച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ സ്പോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നല്ല തണുപ്പ്. യെല്ലോ കൂടെ ആഡ് ചെയ്തപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള പോലെ ഉണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫ്ലവർ വരയ്ക്കാം ബ്ലൂ കളറിൽ. എൻ്റെ കയ്യിൽ ഡാർക്ക് ബ്ലൂ ആണുള്ളത്, അപ്പോൾ ഞാൻ ആ ഡാർക്ക് ബ്ലൂ ആണ് എടുക്കുന്നത്. ഇനി വരച്ചു നോക്കാം. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ആ ഒരു ലൈറ്റ് ബ്ലൂ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നേനെ. അതിൻ്റെ നടുക്കൊരു റെഡ് കളറിലൊരു ഡോട്ടും കൂടെ കൊടുക്കണം, അതും കൂടെ കൊടുക്കാം. അതിന് വേണ്ടി റെഡ് കളർ എടുക്കാം, വരച്ചു കൊടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഏതാണ്ട് അതുപോലൊക്കെ ഇല്ലേ. നമുക്ക് ആ ഒരു ഫോൾസ് ലാഷസും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം അതുപോലൊക്കെ തന്നെ വരുമോ എന്ന് നോക്കാമേ, ഫോൾസ് ലാഷസ് വെച്ചിട്ട്. സോ മാഗ്നറ്റിക് ലാഷസ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് ഈ ഒരു ലൈനർ അപ്ലൈ ചെയ്തിട്ട് നമുക്കതങ്ങ് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ആ ലാഷസ് എടുത്ത്. ഇപ്പോൾ ഏകദേശം അതുപോലൊക്കെ വന്നു എന്ന് തോന്നുന്നു അല്ലേ. സോ നമുക്ക് ഈ സെയിം സ്റ്റെപ്സ് തന്നെ ഈ സൈഡിലും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ ഫൈനൽ ലുക്ക് ഏതാണ്ട് അതുപോലൊക്കെ വന്നു എന്ന് തന്നെ തോന്നുന്നു. അത്ര ഒരു പെർഫെക്ഷനിലോട്ട് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്തെടുത്തതിൽ ഞാൻ ഭയങ്കര പ്രൗഡായി. ഞാൻ ഇത്രയും നന്നായിട്ട് പെയിൻറ് ചെയ്യുമായിരുന്നല്ലേ. എന്തായാലും ഭയങ്കര ഫ്ലോപ്പ് ആകാണ്ട് അത്യാവശ്യം നന്നായിട്ടൊക്കെ വന്നു.
സോ ഞാനും ഹാപ്പിയായി, നിങ്ങൾ ഹാപ്പി ആണെന്ന് അറിയില്ല. ഇങ്ങനത്തെ നല്ല നല്ല സിമ്പിൾ ആയിട്ട് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കണക്കത്തെ ലുക്സ് ഒക്കെ കാണുകയാണെങ്കിൽ എനിക്ക് എന്തായാലും സെൻഡ് ചെയ്ത് തരാൻ മറക്കണ്ട. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.